ബോർഡ് മാറ്റിയിട്ടേക്കാം. എങ്ങാനും കൈ കൊടുക്കണമെങ്കിലേ. എവിടെയാണെന്നല്ലേ? കിടപ്പല്ലേ വീഡിയോ ലവ് വീഡിയോ. മേലോട്ട് നോക്കണ്ട, താഴെ ആന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കല്ലിന്റെ മുകളിൽ മിക്കപ്പോഴും വന്നിരിക്കണതൊക്കെ കൈ കൊണ്ട് അടിച്ച് വീഴ്ത്തും മനുഷ്യനെ പുലി. അതെ, അതിന്റെ അടിക്ക് 4-5ഓളം ഇതിറങ്ങുന്നേ, നമുക്ക് ഇറങ്ങും. മീൻ പിടിക്കാൻ പോണ നമുക്ക് ഒന്നിപ്പോ ആകൂരോടെ ആനനെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ കണ്ടിട്ടേ ഇല്ല. സ്ഥിരം ആന ഉണ്ടാവാറുണ്ട്, പക്ഷെ നമ്മൾ വരുമ്പോ കാണാത്തോണ്ടാണ്. ഈ മഴ സമയത്ത് എന്തായാലും ഇറങ്ങില്ല. പിന്നെ അല്ലാതെയാ ഇത് അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൂടാ. ആന എനിക്ക് അത്ര പേടിയില്ല, പക്ഷെ പുലി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇതിന്റെ അവിടെ ഇതുണ്ടോ പോസ്റ്റ്, അവിടെ ഞാൻ ആന കണ്ടത്. പുലി നമ്മളെ മാർക്ക് ചെയ്ത ഒന്നും ചെയ്യാനില്ല. എവിടെ ചാടും, വെള്ളത്തിൽ ചാടും, നടത്തി കയറും. ഓടി തോപ്പിക്കാൻ പറ്റില്ല, ചാടി തോപ്പിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ ഓടി തോപ്പിക്കുക? ഞാൻ മോഡ് മാറ്റിയിട്ടുണ്ട് 70 കയറും. അതിനൊന്നും ചിന്തിക്കണ്ട, അതൊന്നും ഉണ്ടാവുന്നില്ല. മഴേനെ പേടിച്ചാൽ മതി. കിളികളുടെ കമ്മ്യൂണിക്കേഷൻ കേട്ടോല്ലേ? ആ കിളികളുടെ കമ്മ്യൂണിക്കേഷൻ കേട്ടാണോ? ആന വരുമ്പോ കിളികൾ അങ്ങനെ ചലിക്കും. ഫ്രണ്ടിൽ നിന്നൊരു ആനക്കൂട്ടത്തിന് കാണുമായിരുന്നല്ലോ. അതാ ഇങ്ങനെ അത്രയും ഗ്യാപ്പ് കാണണം. ഒരുപാട് ഗ്യാപ്പ് എന്തിനാണ്? നമ്മുടെ വണ്ടി ഇരിക്കില്ല, നമ്മൾ തിരിച്ചു. കത്ത് ആകുമ്പോഴത്തേക്കും വണ്ടി ഓണായില്ലെങ്കിലോ? പറയാനില്ല. നമ്മുടെ കുഴപ്പമില്ല. ഓർത്തേക്ക് നമ്മുടെ ആനയും പോലെയും കിടന്ന് ഉറപ്പാ. എന്നിട്ടും പോവാ 30 കിലോമീറ്റർ സ്പീഡിൽ കാണാൻ വേണ്ടി. പാട്ട്
കുറച്ചു ദൂരം വീഴുള്ളൂ. നമ്മളിത് നിന്ന് അറിയില്ലടാ. നമ്മൾ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നൊന്നും അറിയില്ല. കാരണം നമ്മളാ ഒരുപാട് ഉള്ളിലേക്ക് നോക്കുന്നില്ലല്ലോ. പക്ഷെ അതിന്റെയൊക്കെ ഒബ്സർവേഷൻ വേറെ ലെവലാ. ഞാൻ ചുമ്മാ കുട്ടികളെ കൊണ്ടോടെ പോയിണ്ടായി. എന്താ കഴിഞ്ഞ ദിവസം എന്റെ നമ്മളതിനെ കൊണ്ടേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പോയിണ്ടായി. പോയായിരുന്നേ? അപ്പൊ ഇത്ര വെള്ളം ഉണ്ടായില്ല, മഴയ്ക്ക് മുമ്പായിരുന്നു. പുള്ളി പറഞ്ഞു ഇതുപോലെ ഒരു പുള്ളി ഇവിടെ കിടന്ന് ഓഫായി പോയി കഴിഞ്ഞപ്പോ ഒരു പുള്ളിയെ അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ട് ഓഫായി ഇവിടെ കിടന്നുപോയി. അപ്പൊ ആന ഒന്നും പറഞ്ഞേ അപ്പൊ അതൊന്നും ചെയ്തില്ലാന്ന് പറഞ്ഞു. അവിടെയാണ് ചാട്ടത്തിന്റെ അവിടെ, റോട്ടില്ല, ചാട്ടത്തിന്റെ അവിടെ താഴേന്ന് വരുന്നു പറഞ്ഞു. പണ്ട് അവിടെ ഒരു കടയെങ്കിലും ഉണ്ടായിരുന്നു, അപ്പൊ അതുകൂടെ ഇല്ലാട്ടോ. കടയൊക്കെ വിളിച്ചോളൂ. ഒരു ചേച്ചിയുടെ കട ഉണ്ടായില്ലേ, മറ്റേ ഉപ്പിലിട്ടും അവിടെ അങ്ങനെ അത്യാവശ്യം ആളുണ്ടല്ലോ. പിന്നെ വിളിച്ചോളെ പാട്ട് ഇതിലൂടെ വരുമ്പോ കിട്ടുന്ന ഒരു ശാന്തത ഉണ്ടല്ലോ അമ്മലെ. അവിടെ വെള്ളച്ചാട്ടത്തില് നല്ല കോട ഉണ്ടാവും. എന്നാൽ ഈ ലൈറ്റുകളിലൊക്കെ പാട്ട് അടിച്ചോണ്ട് പറയുമ്പോഴേ ഒരെണ്ണത്തിനില്ല, ഒരെണ്ണത്തിനും നമ്മുടെ ആളുകൾ എന്ത് മൈരളാന്ന് പറഞ്ഞത്. സിവിൽ സെൻസിലാണ് മൈരളത്. എത്രയോ സ്ഥലത്തേക്ക് വേണ്ടി അത്രയും ലൈറ്റ് കൊടുത്തിട്ടേ ഒരെണ്ണം പോലും എല്ലാം അടിച്ചോണ്ട് പോയി പറയുന്നത്. നോക്കുമോ അടുത്തത് അതുമില്ല, ഉണ്ടാവൂല. നമുക്ക് ബോക്സ് ഒന്നും ലഭിക്കണം നിങ്ങൾക്ക്. കാണാൻ ആഗ്രഹിച്ചു ഞാൻ കാണില്ല, അല്ലെങ്കിൽ കാണും. അന്ന് വാവില് കണ്ട കിടു വീഴലാണോ? അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ടല്ലോടാ. ദൂരം ആന വന്ന 6 ആന കണ്ടറിയില്ല. അത് ആ പാഞ്ഞു വന്നതേ. ആ വീഡിയോ കിട്ടിയിരുന്നത്. ആ വീഡിയോ ഒക്കെ അല്ലടാ പേജിനെ പൊക്കിയെടുത്തത്.
വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഐഫോൺ എടുക്കുക. എനിക്ക് എടാ ഒരു രീതിയിലും ഓടൂല ഇനി. കാരണം അതിന്റെ ക്യാമറ ക്വാളിറ്റി വേറെ ലെവലാണ്. പുതിയ മൈൽ വണ്ടി കൊണ്ടുപോകുന്നത് 20 പോകണം, എന്നിട്ട് പോലും പോകില്ല. അവർക്ക് നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ റേഞ്ച് മാറ്റം വരില്ല, ഒന്നുകൂടെ കൂടൂലേ? അങ്ങനെ 42 50 ആവൂലേ? ആ കുറച്ച് കൂടും. എന്നുള്ള സ്ഥലമൊക്കെ ഒരു ശ്വാസം എടുത്ത് നോക്കി. എന്നാ ഫീലുണ്ട് ശരിക്കും. കോവിഡിന് ശേഷം പണ്ടത്തെ പോലെ ശ്വാസം എടുക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഇല്ല അവിടത്തേക്ക് അങ്ങനെ ഒരു പരിധി കൂടുതൽ ബ്രീതിട്ട് സൗണ്ട് എന്താ? അത് ഞാനാ പുറത്തേക്ക് എന്തൊരു മര പിടിച്ചതാണ്. ചില ആൾക്കാർ അവിടത്തേക്ക് ലൈയും ചുമ്മാ കാടിനകത്തിട്ട് കയറി പോണത്. തിരിച്ചൊരു എന്ത് ഉറപ്പുണ്ട്? മാൻ ഇവിടെയാണ്. ഇവിടെ ഫെൻസിംഗ് ഉണ്ടല്ലോ, ഇവിടുന്നോട്ട് ഫെൻസിംഗ് ഉണ്ടല്ലോ. ജനവാസ മേഖലയിലാണ്.